ഹലോ ഫ്രണ്ട്സ്, സൈനൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കരിമീൻ എങ്ങനെ നമുക്ക് സ്മെല്ലില്ലാതെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. ഈ കരിമീൻ്റെ സ്മെല്ല് കാരണം പലർക്കും ഇത് കഴിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ നമുക്കിന്ന് ഈ കരിമീൻ ഈ സ്മെല്ലൊന്നുമില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ കരിമീൻ നമുക്ക് പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ നന്നായിട്ട് ചതച്ചെടുക്കണം. കറിവേപ്പില അല്പം കൂടുതൽ ചേർക്കണം. ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നിറം മാത്രമേ കാണൂ, വലുതായിട്ട് എരി കാണുകയില്ല. ഇനി കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഈ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കായൽ മീൻ്റെ സ്മെല്ല് നമ്മൾ അറിയുകയില്ല. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലും നാരങ്ങാനീരിലുമാണ്. ഇങ്ങനെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഈ മീനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇത് മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ അരപ്പ് പിടിക്കുന്ന തരത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. 2 വശത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ അരപ്പൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നാരങ്ങാനീര്, വെളിച്ചെണ്ണ എന്നിവയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിക്കുക. ഫ്രൈങ് പാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഓരോ മീനുകളും ഇട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറുവശവും തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം. കരിമീൻ ഇഷ്ടമില്ലാത്ത മലയാളികളില്ല. എല്ലാവർക്കും കരിമീൻ വളരെ ഇഷ്ടമാണല്ലോ. ഈ രീതിയിലൊന്ന് പൊരിച്ച് നോക്കിയാൽ നമുക്ക് ഈ കരിമീൻ്റെ സ്മെല്ലൊന്നും വരികയുമില്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കഴിയും. 2 വശമൊക്കെ മൊരിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.